സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി പാർട്ട് 3 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ സ്വിംഗ് ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്വിംഗ് ഇക്വേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈക്വൽ ഏരിയ ക്രൈറ്റീരിയനെ പറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം എന്താണ് ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലേ. ഇറ്റ് ഇസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് എന്തായിരിക്കും? ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ടു സിംഗിൾ മെഷീൻ ഇൻഫിനിറ്റ് ബസ് സിസ്റ്റം അല്ലെ. ഇറ്റ് കനോട്ട് ബി അപ്ലൈഡ് ടു സിംഗിൾ മൾട്ടി മെഷീൻ ഇൻഫിനിറ്റ് ബസ് സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ പോയിന്റ്. അപ്പോൾ അത് എന്തായിരിക്കും? സ്വിംഗ് ഇക്വേഷനും ഈക്വൽ ഏരിയ ക്രൈറ്റീരിയനും എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്? ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ ദ ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി അല്ലെ. സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം അനലൈസ് ചെയ്യാൻ വേണ്ടി, സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡാണ് സ്വിംഗ് ഇക്വേഷൻ ആൻഡ് ഈക്വൽ ഏരിയ ക്രൈറ്റീരിയൻ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ എക്സെപ്ഷണൽ പോയിന്റ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഈ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരിക്കും സ്വിംഗ് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്, സ്വിംഗ് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. എന്താ സ്വിംഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പി ഐ ഇസ് ഈക്വൽ ടു, സ്വിംഗ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പി ഐ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ ഡെൽറ്റ ബൈ ഡി ടി സ്ക്വയർ അല്ലെ. ഇതാണ് നമ്മുടെ സ്വിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ സ്വിംഗ് ഇക്വേഷന്റെ ഒരു ലീനിയർ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ അല്ലെ. അപ്പോ ഈ സ്വിംഗ് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരിക്കും? ഒന്ന് പോയിന്റ് ബൈ പോയിന്റ് മെത്തേഡ്, സെക്കൻഡ് വൺ യൂളേഴ്സ് മെത്തേഡ്, തേർഡ് വൺ രംഗക്കുട്ട മെത്തേഡ് ആൻഡ് ഫോർത്ത് വൺ മിൽനിസ് പ്രെഡിക്റ്റർ കറക്റ്റ് മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈക്വൽ ഏരിയ ക്രൈറ്റീരിയയിലേക്ക് വന്നത്. അപ്പോ ഈക്വൽ ഏരിയ ക്രൈറ്റീരിയയുടെ എന്തായിരിക്കും ഡ്രോബാക്ക് എന്ന് പറയുന്നത്? എന്തായിരിക്കും? ഇറ്റ് കനോട്ട് ബി അപ്ലൈഡ് ടു മൾട്ടി മെഷീൻ പവർ സിസ്റ്റം. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്തായിരിക്കും? ദ ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി ഓഫ് എ മൾട്ടി മെഷീൻ പവർ സിസ്റ്റം സബ്സിക്വന്റ് ടു എ 3-phase ഫോൾട്ട് അല്ലെ, ഷോർട്ട് സർക്യൂട്ട് ഈസ് എക്സാമിൻഡ് ബൈ യൂസിങ്. ഏതായിരിക്കും ആൻസർ? നമുക്ക് ഒരിക്കലും മൾട്ടി മെഷീനകത്ത് നമുക്ക് എന്ത് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. therefore ഓപ്ഷൻസ് എന്തായിരിക്കും വരിക? ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ ഒരിക്കലും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. therefore ഫസ്റ്റ് ഓപ്ഷൻ വാലിഡിറ്റി അല്ല, തേർഡ് ഓപ്ഷൻ വാലിഡിറ്റി അല്ല. ഇതായിരിക്കും തേർഡ് ഓപ്ഷൻ, either EAC or point by point method. and ലാസ്റ്റ് ഓപ്ഷൻ എന്താ? കോമ്പിനേഷൻ ഓഫ് ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ ആൻഡ് പോയിന്റ് ബൈ പോയിന്റ് മെത്തേഡ്. അപ്പോൾ ഇത് മൂന്ന് ഓപ്ഷൻ എന്തായിരിക്കും? ഇൻവാലിഡ് ആയിരിക്കും. നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും? നമുക്ക് മൾട്ടി മെഷീൻ ആണെങ്കിൽ നമ്മൾ ഷുവർ ആയിട്ട് നമ്മൾ ഡിപെൻഡ് ചെയ്യുന്നത് ഏതായിരിക്കും? സ്വിംഗ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അതിന്റെ ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഓർത്ത് വയ്ക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും കോമ്പറ്റേറ്റീവ് എക്സാമിന്. ഓർത്ത് വയ്ക്കുക. അപ്പോൾ മെത്തേഡ്സ് എല്ലാം നമ്മൾ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ പറ്റിയിട്ട് നമുക്ക് എന്താ കാര്യം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വാട്ട് ഈസ് ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ? ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ പറഞ്ഞു. സോ അതിന്റെ ഒരു കുറച്ച് രണ്ട് കൺക്ലൂഷൻസ് നമുക്ക് നോക്കാം. എന്തായിരിക്കും ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്? ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ, EAC, ഈക്വൽ ഏരിയ ക്രൈറ്റീരിയൻ അല്ലെങ്കിൽ EAC എന്നും പറഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ജനറേറ്റർ which supply power to a infinite bus. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ് ഫസ്റ്റ് കേസിൽ ഇത് ട്രാൻസ്മിഷൻ ലൈനാണ് കേട്ടോ. ഇത് ലൈനാണ്, ട്രാൻസ്മിഷൻ ലൈനാണ്. ഇപ്പൊ ഇത് ഈക്വൽ ക്രൈറ്റീരിയ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത് പി അല്ലെ, പി ഡെൽറ്റ ആണ് നമ്മളുടെ പവർ അല്ലെ. പവർ ട്രയാങ്കിൾ ഇതാണ് അല്ലെ. ശരി, പവർ ആംഗിൾ കർവ്, പവർ ട്രയാങ്കിൾ അല്ല, പവർ ആംഗിൾ കർവ്. ഇപ്പൊ ഞാൻ പറയാണ് ഫസ്റ്റ് കേസ് നമ്മൾ പറയുന്നത് നോർമൽ ജനറേറ്റർ സപ്ലൈങ് പവർ ടു ഇതായിരിക്കും ആൻ ഇൻഫിനിറ്റ് ബസ്. ഇതാണ് ഇൻഫിനിറ്റ് ബസ് എന്ന് വിചാരിക്കാം. സപ്ലൈങ് പവർ ടു ആൻ ഇൻഫിനിറ്റ് ബസ്. അപ്പോ ഞാൻ ഇതിനകത്ത് ഈക്വൽ ഏരിയ ക്രൈറ്റീരിയന്റെ ഫസ്റ്റ് അസംഷൻസ് ഉണ്ട്. അസംഷൻസ് ഓർത്ത് വയ്ക്കുക. അസംഷൻസ്, ഫസ്റ്റ് അസംഷൻ, the generator is considered as a constant voltage source. Generator is considered as a constant voltage source. ഇതൊക്കെ വൺ വേർഡ് ചോദിക്കാം കേട്ടോ. വോൾട്ടേജ് സോഴ്സ്. സെക്കൻഡ് പോയിന്റ് എന്തായിരിക്കും? Damping in the system is neglected. Damping in the system is neglected.
damping in the system is neglected. And third assumption, the resistance of the power system components are neglected. Resistance of all power system components. All power system components are neglected. And last assumption, fourth one, mechanical input is a constant. Mechanical input is a constant. അതാണ് നമ്മളുടെ 4 assumptions. അത് ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്ത് വയ്ക്കുക. 4 ഏതൊക്കെ assumptions എന്നുള്ളത്. Which of the following is an assumption of എന്തായിരിക്കും equilibrium criteria എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാല് പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ അതിനകത്ത് ഓഡ് വൺ കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പി ഡെൽറ്റ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ അസംഷൻ, നാലാമത്തെ അസംഷൻ പറയുന്നതായിരിക്കും മെക്കാനിക്കൽ പവർ ഇൻപുട്ട് ഈസ് എ കോൺസ്റ്റന്റ്. ദെർഫോർ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിതാ ഇൻപുട്ട് പവറിനെ നമ്മൾ എങ്ങനെ കാണിക്കുകയാണ്, ദെർഫോർ ഇതായിരിക്കും നമ്മുടെ ഇൻപുട്ട് പവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇൻപുട്ട് പവർ, പി മെക്കാനിക്കൽ ഇൻപുട്ട്, ഞാൻ പി എം എന്ന് വിളിച്ചു. മെക്കാനിക്കൽ പവർ ഇൻപുട്ട് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഞാൻ പറയുകയാണ് ബിഫോർ ദ ഫോൾട്ട് അറ്റ് കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ ബിഫോർ ഫോൾട്ട്, ബിഫോർ ഫോൾട്ട് ആയപ്പോഴത്തേക്ക് എന്തായിരിക്കും, ബിഫോർ ഫോൾട്ട് എന്തായിരിക്കും നമ്മളുടെ മെക്കാനിക്കൽ അല്ലെ, എന്താ പറയുന്നത്, for any generator input and output are equal. We are assuming that before occurrence of the fault the input is equal to output and the generator is at equilibrium state നമ്മൾ പറയുന്നുണ്ട്. That is before fault എന്തായിരിക്കും, PM is equal to, that is mechanical input, PM is equal to electrical output അല്ലെ, PE naught. Therefore അതാണ് ഞാൻ ഈ പറയുന്നത് എന്തായിരിക്കും, PM is equal to, ഈ പോയിന്റിനാണ് ഞാൻ പറയുന്നത് എന്തായിരിക്കും, PM is equal to PE naught എന്ന് പറയുന്ന പോയിന്റ് ഇതായിരിക്കും. ഇവിടെ എന്തായിരിക്കും, മെക്കാനിക്കൽ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് അല്ലെ, PE naught. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ എന്തായിരിക്കും, ഡെൽറ്റ നോട്ട്. ദിസ് ആംഗിൾ ഈസ് ഡെൽറ്റ നോട്ട്. അപ്പോൾ ഈ മെഷീൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും, ബിഫോർ ഫോൾട്ട് ഒരു പ്രശ്നം ഉണ്ടാവാതെ സംഭവം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PM is equal to PE naught. എന്തായിരിക്കും ഇത് ഡെലിവറി പവർ ടു ദ ഇൻഫിനിറ്റ് ബസ്. അപ്പൊ ഞാൻ പറയാണ്, അടുത്തൊരു കണ്ടീഷൻ പറയാണ്, ഫോൾട്ട് സംഭവിക്കുകയാണ്. ഈ ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ടെർമിനൽസിൽ ഫോൾട്ട് സംഭവിച്ചു. ഫോൾട്ട് സംഭവിക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക, therefore എന്തായിരിക്കും, ബിഫോർ ഫോൾട്ടിൽ നമ്മൾ കണ്ടീഷൻ പറഞ്ഞു PM is equal to PE naught. ഇനി നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ പറയാൻ പോകുന്നത് ഫോൾട്ട് കണ്ടീഷൻ അല്ലെ. അപ്പോൾ ഇതായിരിക്കും ഒരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞു. സോ ഫോൾട്ട് സംഭവിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും നോക്കാം നമുക്ക്. ഓൺ ദ occurrence of the fault condition during fault എന്തായിരിക്കും സംഭവിക്കുക, during fault condition the output of the generator അല്ലെ, ഫോൾട്ട് സംഭവിക്കുമ്പോഴത്തേക്കും എന്തായിരിക്കും, the output reduces to PE naught അല്ലെ, the output reduces to, during fault എന്തായിരിക്കും പറയാ, the output reduces to 0. അപ്പോഴത്തേക്കും എന്തായിരിക്കും, that is output P എന്ന് പറയുന്ന ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് എന്തായിരിക്കും, the output reduces to 0. അത് ചെയ്യും, പവർ 0 വരും അല്ലെ. അപ്പം ഔട്ട്പുട്ട് 0 ആകുമ്പോഴത്തേക്ക് ഏത് പൊസിഷനിലായിരിക്കും വരുന്നത്, ഇവിടെ ആയിരിക്കും വരിക. എന്തായിരിക്കും, നമ്മളെ PM is equal to PE naught എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, PE naught എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, നേരെ ഇവിടെ 0 വരും അല്ലെ. ഇത് 0 ആവും, പവർ 0 ആയി. അപ്പൊ പവർ 0 ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക, അപ്പൊ നോക്കിയേ, അപ്പൊ ഔട്ട്പുട്ട് reduces to 0. അടുത്ത സ്റ്റേജിലേക്ക് പോവാണ്. അടുത്ത സ്റ്റേജ് എന്തായിരിക്കും വരിക, ഔട്ട്പുട്ട് is equal to 0 ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഹിയർ കണ്ടീഷൻ നോക്കിയേ, ഇൻപുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ അല്ലെ, ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 0 ആകുമ്പോഴത്തേക്ക് ഇൻപുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഔട്ട്പുട്ട് ആയില്ലേ, ഇൻപുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഔട്ട്പുട്ട് ആയി അല്ലെ. therefore ഇൻപുട്ട് ഗ്രേറ്റർ ദാൻ ഔട്ട്പുട്ട് ആയപ്പോഴത്തേക്ക് എന്തായിരിക്കും, കാര്യം ഇൻപുട്ട് ഇവിടെ എത്ര, PM എന്ന് പറയുന്ന PM ആയിരിക്കും നമ്മുടെ മെക്കാനിക്കൽ ഇൻപുട്ട് കൂടുതലായിരിക്കും. ഔട്ട്പുട്ട് എത്ര, ഔട്ട്പുട്ട് 0 ആയി ബിക്കോസ് ഓഫ് ദ ഫോൾട്ട്. അപ്പൊ സിൻസ് ഇൻപുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഔട്ട്പുട്ട്, അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഏത് കണ്ടീഷൻ ആയിരിക്കും, ആക്സിലറേഷൻ അല്ലെ. therefore acceleration of the rotor takes place. Therefore acceleration of rotor takes place. ഫോൾട്ട് ഉണ്ടായപ്പോഴത്തേക്ക് എന്ത് പറ്റി, നമ്മളുടെ എന്തായിരിക്കും, നമ്മൾ ഔട്ട്പുട്ട് 0 വന്നു. ആ ഔട്ട്പുട്ട് 0 വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇൻപുട്ട് സ്റ്റിൽ കോൺസ്റ്റന്റ് ആണ് അല്ലെ. therefore input is greater than output. therefore acceleration of the rotor takes place. അപ്പൊ ആക്സിലറേഷൻ സംഭവിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, റോട്ടർ ആംഗിളിന് ചേഞ്ച് ഉണ്ടാവും. therefore ആക്സിലറേഷൻ വന്ന് അതായിരിക്കും ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഡെൽറ്റ സി എന്ന് പറയുന്ന ഒരു എന്തായിരിക്കും, ലോഡ് ആംഗിളിൽ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും,
റോട്ടർ ആംഗിൾ എത്തുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഡെൽറ്റ സി എത്തുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ദിസ് ഔട്ട്പുട്ട് ഈസ് ജംപ്സ് ടു ദിസ് പൊസിഷൻ അല്ലേ? Therefore this is the output. This is the output. അപ്പൊ നോക്കിയേ, അപ്പൊ ഈ ഡെൽറ്റ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദാറ്റ് മീൻസ് അപ്പൊ എന്താ നമ്മൾ പറഞ്ഞേ? Because of the first case നമ്മൾ പറഞ്ഞു input is greater than output അല്ലേ? Therefore acceleration of the rotor takes place and because of the acceleration of the rotor the delta keeps on changing and suppose at delta c the fault is cleared. Delta c എന്ന് പറഞ്ഞ ഇൻസ്റ്റന്റ് എത്തിയപ്പോഴത്തേക്ക് എന്തായിരിക്കും? The fault എന്തായിരിക്കും? Fault clear ആയി. Therefore the output is again developed and the output is as shown in the figure. Output ഇപ്പം എന്തായി? Output ഇപ്പം നമ്മൾ ടോപ്പ് പോയി, ഔട്ട്പുട്ട് പോയി. ഇനി എന്തായിരിക്കും സംഭവിക്കുക? ഇനി ഇവിടെ നോക്കി, ഇവിടെ ഈ രണ്ടാമത്തെ കേസിൽ ഈ ഔട്ട്പുട്ട് ഇവിടെ പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഇൻപുട്ട് അല്ലെ? Therefore നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആക്സലറേഷൻ ഓഫ് ദ റോട്ടർ ടേക്സ് പ്ലേസ്. അതിനുപരമായിട്ട് എന്ത് ചെയ്യും? Then takes place at delta is equal to delta c അല്ലെ? Delta is equal to delta c എന്തായിരിക്കും? The fault is cleared അല്ലെ? The fault is cleared and the output shift to ഒരു പോയിന്റ് കൊടുക്കാമല്ലോ, ഷിഫ്റ്റ് ടു പോയിന്റ് ക്യൂ എന്ന് കൊടുക്കാം അല്ലെ? ടു പോയിന്റ് ക്യൂ. ഔട്ട്പുട്ട് എന്തായിരിക്കും? ഷിഫ്റ്റ് ടു പോയിന്റ് ക്യൂ. ഞാൻ ഈ പോയിന്റ് ക്യൂ എന്ന് വിളിച്ചു. ഔട്ട്പുട്ട് ഷിഫ്റ്റ് ടു പോയിന്റ് ക്യൂ. അപ്പോ ഇനി എന്തായിരിക്കും പറ്റുക? ഈ കണ്ടീഷൻ അറ്റ് പോയിന്റ് ക്യൂ എന്തായിരിക്കും പറയാൻ പറ്റുക? അറ്റ് പോയിന്റ് ക്യൂ therefore at point q എന്തായിരിക്കും സംഭവിക്കുക? അറ്റ് പോയിന്റ് ക്യൂ ഔട്ട്പുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻപുട്ട്. ഔട്ട്പുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻപുട്ട് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീ ആക്സലറേഷൻ എന്ന് നമുക്ക് പ്രതീക്ഷിക്കണം അല്ലെ? Therefore എന്തായിരിക്കും? റിട്ടാർഡേഷൻ ഷുഡ് ടേക്സ് പ്ലേസ്. റിട്ടാർഡേഷൻ ഓർ ഡീ ആക്സലറേഷൻ. പക്ഷേ എന്തായിരിക്കും? പക്ഷേ അത് സംഭവിക്കത്തില്ല. കാര്യം എന്തായിരിക്കും? ബിക്കോസ് ഓഫ് ദ ഇനേർഷ്യ ഓഫ് ദ റോട്ടർ. ബിക്കോസ് ഓഫ് ദ ഇനേർഷ്യ ഓഫ് റോട്ടർ എന്തായിരിക്കും? ഇനേർഷ്യ ഓഫ് റോട്ടർ. Because of inertia of the rotor എന്തായിരിക്കും? The power എന്തായിരിക്കും? The power still എന്തായിരിക്കും? Increases അല്ലെ? The power still increases. Therefore എന്തായിരിക്കും? Therefore at p is equal to delta c ആകുമ്പോഴത്തേക്ക് എന്താ? ഈ പോയിന്റ് എത്തുമ്പോഴത്തേക്ക് എന്തായിരിക്കും? Output is greater than the input. അപ്പോൾ നമുക്ക് എന്തായിരിക്കും സ്വാഭാവികമായിട്ട് വരുന്നത്? ഡീക്സലറേഷൻ അല്ലെ? അല്ലെങ്കിൽ റിട്ടാർഡേഷൻ സംഭവിക്കണം. പക്ഷേ എന്താ സംഭവിക്കുന്നത്? റിട്ടാർഡേഷൻ സംഭവിക്കുന്നത് എങ്ങനെയായിരിക്കും പോവുക? ഇതിങ്ങനെ പവർ ഇങ്ങനെ കൂടി വന്നിട്ട് എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുക. ഈ പോയിന്റ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയുന്നത്? ഇത് ഡെൽറ്റ എം എന്ന് വിളിക്കുന്നുണ്ട്. ഡെൽറ്റ എം. ഈ പവറിനെ ഞാൻ വിളിക്കുന്നത് മാക്സിമം പവർ. പി ഈസ് ഈക്വൽ ടു പി മാക്സ് സൈൻ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു മാക്സിമം പവറിനെ ഞാൻ വിളിക്കാൻ പി ഈസ് ഈക്വൽ ടു ഈ പോയിന്റിനെ പി ഈസ് ഈക്വൽ ടു പി മാക്സ് സൈൻ ഡെൽറ്റ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും ഇത് മനസ്സിലാക്കാനുള്ള കാര്യം? എന്തായിരിക്കും കാര്യം? എന്തുകൊണ്ടാണ് ഡി ആക്സലറേഷൻ സമയത്തും നമ്മളുടെ ഈ എന്തായിരിക്കും പവറിന് മൂവ്മെന്റ് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് ഓഫ് ദ ഇനേർഷ്യ ഓഫ് ദ റോട്ടർ. ബിക്കോസ് ഓഫ് ദ ഇനേർഷ്യ ഓഫ് ദി റോട്ടർ അല്ലെ? ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പം ഇപ്പൊ നമ്മൾ നോക്കി ഇനി ഇതിനകത്ത് എങ്ങനെയായിരിക്കും നമുക്ക് സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നത്? സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഏതുണ്ടോ? നമ്മൾ രണ്ട് ഏരിയ എടുക്കുന്നുണ്ടോ? ഇതിന് നമ്മൾ ഈ ഏരിയ നമ്മൾ എന്താ പറയുന്നത്? ഈ ഏരിയ നമ്മൾ എന്ത് പറയും? ആക്സിലറേഷൻ ഏരിയ അല്ലെ? ദിസ് ഏരിയ ഈസ് കാൾഡ് ആക്സിലറേഷൻ ഏരിയ റെപ്രസെന്റഡ് ബൈ എ. ആക്സിലറേഷൻ ഏരിയ. ഈ ഏരിയ നമ്മൾ എന്തായിരിക്കും പറയാ? ഡി ആക്സിലറേഷൻ ഏരിയ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ഏരിയ എന്ന് പറയാം അല്ലെ? ദിസ് ഏരിയ ഈസ് കാൾഡ് എ ഡി. റിട്ടാർഡേഷൻ ഏരിയ അല്ലെങ്കിൽ ഡി ആക്സിലറേഷൻ ഏരിയ. ദിസ് ഏരിയ ഈസ് കാൾഡ് ആക്സിലറേഷൻ ഏരിയ എ. അപ്പോ എങ്ങനെയായിരിക്കും ഇത് വെച്ച് നമ്മൾ എങ്ങനെ സ്റ്റെബിലിറ്റി നമ്മൾ പറയാൻ പോകുന്നത്? Therefore if എന്തായിരിക്കും? If acceleration area AA acceleration area greater than എന്തായിരിക്കും? deceleration area. ആ കണ്ടീഷൻ ആകുമ്പോഴത്തേക്ക് if acceleration area കൂടുതലാകുമ്പോഴത്തേക്ക് ആക്സലറേഷൻ കൂടുതൽ പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? റോട്ടർ പിന്നെ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലെ? എന്തായിരിക്കും? റോട്ടറിന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. Therefore എന്തായിരിക്കും? എപ്പോഴും ഓർക്ക് ആക്സലറേഷൻ കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും? It is unstable. If acceleration area is greater than the retardation area, then എന്തായിരിക്കും? It is unstable. അടുത്തെന്തായിരിക്കും? Acceleration area less than retardation area. അതിനെ നമ്മൾ എന്ത് പറയും? Stable condition. And if both are equal, it is called critically stable. AA is equal to AD. It is called critically stable. Critically stable. ഇവിടെ നമ്മൾ ഡെൽറ്റ സി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ നമ്മുടെ ഫോൾട്ട് ക്ലിയർ ആയപ്പോഴത്തേക്ക് എന്തായിരിക്കും? നമ്മളുടെ ഔട്ട്പുട്ട് ഇറ്റ് ഷിഫ്റ്റ് ടു പോയിന്റ് ക്യൂ. പിന്നെ എന്തായിരിക്കും? എഗെയിൻ ദ
again the power gets increased because of the inertia of the rotor അല്ലെ. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഡെൽറ്റ സി എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറയും, ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ആംഗിൾ എന്ന് പറയും. ഈ ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കാം, ദാറ്റ് മീൻസ് ഈ ഫോൾട്ട് ഈ ഡെൽറ്റ സി എന്ന് പറയുന്ന ഈ പോയിന്റ് എത്തുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ഫോൾട്ട് ക്ലിയർ ആയി. കാര്യം എന്താ, ആദ്യമേ ഡെൽറ്റ നോട്ടിലായിരുന്നു, ഡെൽറ്റ നോട്ട് ചെയ്ത് പിന്നെ ഈ ഫോൾട്ട് സംഭവിച്ചപ്പോഴത്തേക്ക് എന്തായി, ഔട്ട്പുട്ട് സീറോ ആയി. പക്ഷേ ഇൻപുട്ട് കൂടുതലാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, റോട്ടർ ആംഗിൾ ചേഞ്ചസ് അല്ലെ, റോട്ടർ ആംഗിൾ ചേഞ്ചസ് അറ്റ് up to a point delta c. At delta c എന്തായിരിക്കും, at delta c the fault is cleared and as a result the output is developed and the output is shifted to point q. Then അടുത്തതായിരിക്കും because of the ഈ കേസിലെ പോയിന്റ് ക്യൂ എത്തുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് എന്താ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഡി ആക്സിലറേഷൻ അല്ലെ. കാര്യം എന്തായിരിക്കും, ഔട്ട്പുട്ടിനെ കാട്ടി കുറവ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻപുട്ട്. ആ സമയം എന്തായിരിക്കും നമ്മൾ പറയാ, ആക്ഷൻ ഷുഡ് ബി ഡി ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. പക്ഷേ റിട്ടാർഡേഷൻ ആണ് സംഭവിക്കുന്നത്, അല്ല എഗെയിൻ ആക്സിലറേഷൻ സംഭവിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും, ബിക്കോസ് ഓഫ് ദി ഇനർഷ്യ ഓഫ് ദി റോട്ടർ. എവിടെ വരെ പോകും, അറ്റ് മാക്സിമം പവർ പി ഈസ് ഈക്വൽ ടു പി മാക്സ് സൈൻ ഡെൽറ്റ. ആ ഒരു പോയിന്റിൽ പോകും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ ആയിരിക്കും നമ്മൾ ഡെൽറ്റ എം നമ്മൾ പറയുന്നത്. സോ ഇത് ഓർത്ത് വയ്ക്കുക. നമുക്കതിനകത്ത് വേണ്ടുള്ളത് ഈ 3 കണ്ടീഷൻസ് ഓർത്ത് വയ്ക്കുക. എന്തായിരിക്കും, ആക്സിലറേഷൻ ഏരിയ ഗ്രേറ്റർ ദാൻ റിട്ടാർഡേഷൻ ഏരിയ ആകുമ്പോഴത്തേക്കാണ് സ്റ്റേബിൾ കണ്ടീഷൻ, എ ലെസ് ദാൻ എ ഡി എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റേബിൾ കണ്ടീഷൻ, എ ഈസ് ഈക്വൽ ടു എ ഡി എന്ന് പറയുമ്പോഴത്തേക്ക് ക്രിട്ടിക്കലി സ്റ്റേബിൾ കണ്ടീഷൻ. അടുത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. എന്തായിരിക്കും, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ് ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ആംഗിൾ. കോസ് ഡെൽറ്റ സി ഈസ് ഈക്വൽ ടു, therefore critical clearing angle cos delta c is equal to എന്തായിരിക്കും, pm by pmax into delta m minus delta naught plus cos delta m. നമുക്ക് ഡെറിവേഷൻ ഒന്നും വേണ്ട, പക്ഷേ ആംഗിൾ ഇത് ക്വസ്റ്റ്യൻ ഇത് ഓർത്ത് വയ്ക്കുക. നമ്മുടെ ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ആംഗിൾ എന്താണെന്നൊരു കാര്യം ഓർത്ത് വയ്ക്കുക. ആ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, ഓർത്ത് വയ്ക്കുക. കോസ് ഡെൽറ്റ സി ഈസ് ഈക്വൽ ടു pm by pmax into delta m minus delta naught plus cos delta m. അപ്പോൾ ഇതിനകത്ത് ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അത് നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. കാര്യം ഇത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് നമുക്ക് 1-2 പോയിന്റ്സ് ഉണ്ട് അതിനകത്ത് ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ആംഗിളായിട്ട് ബന്ധപ്പെട്ടത്. സോ വി വിൽ ഡിസ്കസ് ദാറ്റ് ഓൺ റിവിഷൻ ടൈം. സോ അത് എക്സാം അടുപ്പിച്ച് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ആംഗിൾ കോസ് ഡെൽറ്റ സി ഈസ് ഈക്വൽ ടു pm by pmax into delta m minus delta naught plus cos delta m എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഈ കണ്ടീഷൻ ഓർത്ത് വയ്ക്കുക. എന്തായിരിക്കും, ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ. ഈക്വൽ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് 2 ഏരിയ ആണ് നമ്മൾ എടുക്കുന്നത്, 2 ഏരിയ അല്ലെ. ഒന്ന് ആക്സലറേഷൻ ഏരിയ, മറ്റേ റിട്ടാർഡേഷൻ ഏരിയ. അത് തമ്മിലുള്ള ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ അവന്മാർ തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ അല്ലെങ്കിൽ സ്റ്റേബിൾ അല്ലെങ്കിൽ എന്തായിരിക്കും ക്രിട്ടിക്കലി സ്റ്റേബിൾ ആണോ നമ്മൾ പറയുന്നത്. ഇത് ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ആംഗിൾ കോസ് ഡെൽറ്റ സി. അടുത്തത് critical cos delta c is equal to critical clearing angle and അടുത്തൊരു ഫോർമുല എഴുതിക്കോളൂ. ഒരു റിലേഷൻ ആണ്, ഡെൽറ്റ മൈനസ് ഡെൽറ്റ നോട്ട് ഈസ് ഈക്വൽ ടു, ഇതും വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഡെൽറ്റ മൈനസ് ഡെൽറ്റ നോട്ട് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, പൈ ഇൻറ്റു എഫ് പി എം by h into t square by 2, where t is called the critical clearing time of circuit breaker. അപ്പോൾ ഈ ഒരു ഫോർമുല ഓർത്ത് വയ്ക്കുക. അതിനകത്ത് നമ്മൾ t കണ്ടുപിടിക്കണം. t is equal to എന്തായിരിക്കും വരിക, ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ടൈം t is equal to ഓർത്ത് വയ്ക്കുക. അത് t കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, t is equal to എന്തായിരിക്കും, t is equal to 2 into അല്ലെ, 2 into ഡെൽറ്റ മൈനസ് ഡെൽറ്റ നോട്ട്, 2 into ഡെൽറ്റ മൈനസ് ഡെൽറ്റ നോട്ട് into h അല്ലെ, divided by pi f into pm square root of. ഈ ഫോർമുലയൊക്കെ ഒറ്റ ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല, റിവൈസ് ചെയ്ത് പോവാം. where t is called the എന്തായിരിക്കും, where t is called the critical clearing time എന്ന് വെച്ചാൽ എന്തായിരിക്കും, സർക്യൂട്ട് ബ്രേക്കർ ഫോൾട്ടിനെ ക്ലിയർ ചെയ്ത ടൈമിനാണ് നമ്മൾ എന്താ പറയുന്നത്, ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ടൈം എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ടൈം ഓഫ് സർക്യൂട്ട് ബ്രേക്കർ പറയാൻ പറ്റും. അപ്പൊ ഇത് ബേസ് ആയിട്ടുള്ള ചെറിയൊരു പ്രോബ്ലം നമ്മൾ ഇട്ടിട്ടുണ്ട്, നോക്കി എന്താന്നുള്ളത്.
A 50 hertz generating unit has inertia constant h തന്നിട്ടുണ്ട്. Inertia constant h is equal to എന്തായിരിക്കും? h is equal to 2 megajoules per MVA അല്ലെ, 2 megajoules per MVA h തന്നിട്ടുണ്ട്. പിന്നെ എന്തായിരിക്കും നമ്മൾ തന്നിട്ടുള്ളത്? The machine is initially operated at steady state at a synchronous speed and produces 1 per unit output. Output തന്നിട്ടുണ്ട് എത്ര? PM is equal to 1 per unit output. The initial value of the rotor angle is 5 degree. Delta naught is equal to 5 degrees. Alright, delta naught is equal to 5 degree. When a bolted three-phase ground fault occurs at the terminals of generator, assuming the mechanical power remains 1 per unit, the value of the rotor angle in degrees, therefore delta m കണ്ടുപിടിക്കണം. Value of the rotor angle കണ്ടുപിടിക്കാനുള്ള at the fault at a time of t is equal to 0.02 seconds. എന്തായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാനുള്ള? ഡെൽറ്റ എം കണ്ടുപിടിക്കണം അല്ലേ? ഡെൽറ്റ എം. therefore എന്തായിരിക്കും? therefore delta m is equal to എന്തായിരിക്കും? ഫസ്റ്റ് നമ്മൾ എന്തായിരിക്കും? ഡെൽറ്റ 0 അല്ലെ, ഡെൽറ്റ നോട്ട് പ്ലസ് ഡെൽറ്റ m is equal to ഡെൽറ്റ നോട്ട് പ്ലസ് പൈ ഇൻറ്റു എഫ് ഇൻറ്റു പി എം അല്ലെ, പി എം ബൈ എച്ച്, പൈ ഇൻറ്റു എഫ് ഇൻറ്റു പി എം ബൈ 2h അല്ലെ, 2h ഇൻറ്റു ടി സ്ക്വയർ, പൈ ഇൻറ്റു എഫ് ഇൻറ്റു പി എം ടി സ്ക്വയർ ബൈ 2h. therefore ഡെൽറ്റ നോട്ട് എത്ര തന്നിട്ടുണ്ട്? 5 തന്നിട്ടുണ്ട്. പ്ലസ് പൈ എത്ര? 3.14 into f എത്ര? ഫ്രീക്വൻസി 50, f 50 into pm എത്ര 1 per unit into t square 0.02 seconds തന്നിട്ടുണ്ട് അല്ലേ, the whole square divided by 2 into inertia constant h 2 megajoules per MV അല്ലേ, into എന്തായിരിക്കും? into 180 by pi അല്ലേ, 180 by pi. കാര്യം എന്തായിരിക്കും? തന്നിരിക്കുന്ന ഡിഗ്രിയിലാണ്, നമ്മൾ എന്താ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. തന്നിരിക്കുന്നത് റേഡിയനിലാണ്, നമ്മൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 180 by pi. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 5.9 ഡിഗ്രീസ്. ആൻസർ 5.9 ഡിഗ്രീസ് ചെയ്ത് നോക്കിയാൽ മതി. സോ ഫോർമുല പഠിക്കാതെ വേറൊരു വഴിയില്ല നമുക്ക്. 1 by 1 നമ്മൾ ടൈം എടുത്ത് തന്നെ ഫോർമുലാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ആംഗിൾ കോസ് ഡെൽറ്റ സി ഡയറക്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കോസ് ഡെൽറ്റ സി കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. പിന്നെ എന്തായിരിക്കും? ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ടൈം ടി സി ഇസ് ഈക്വൽ ടു, അത് ടൈം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്, നോക്കാം. സോ ഈ പ്രോബ്ലംസ് നമുക്ക് റിവിഷൻ ക്ലാസ്സിൽ ചെയ്യാം. നമുക്ക് ആ സമയത്ത് കാര്യം അതൊരു എക്സെപ്ഷണൽ കേസാണ്. റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ. The synchronous generator delivers 1 per unit power to its purely react to the maximum power that could be delivered by the generator 2 per unit. A three-phase fault occurs at the terminals of the generator which reduces the generator output to 0. The fault is occurred at TC seconds. The TC seconds, the original network is then restored. The maximum swing of the rotor angle is found to be 110 degree. Then the rotor angle in elliptical degree at T is equal to TC is. Now ചോദ്യം. So ഈ രണ്ട് പ്രോബ്ലം റിവിഷൻ ടൈമിൽ ചെയ്യാം. ഓക്കെ, നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാം. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അത് ഈക്വലിറ്റി ക്രൈറ്റീരിയയിൽ അതെന്ന് പറഞ്ഞാൽ അത് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്കത് അടുത്ത ആ സമയത്ത് ചെയ്യാം. കാര്യം ടി ഈസ് ഈക്വൽ ടു ടി സി അതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾ ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ നമ്മൾ എന്തായിരിക്കും? രണ്ട് ഏരിയ കിട്ടി, ആക്സലറേഷൻ ഏരിയ കിട്ടി, റിട്ടാർഡേഷൻ ഏരിയ കിട്ടി. ഇതെന്തായിരിക്കും സംഭവിക്കാം? ഇനി നമ്മൾ ഇത് മാക്സിമം എത്ര വരെ ആയിരിക്കും നമ്മളെ റോട്ടർ ആംഗിൾ പോകുന്നത്? നമ്മളെ റോട്ടർ ആംഗിൾ വരുന്നത് മാക്സിമം ഈ ഒരു പൊസിഷൻ വരെ മാത്രമേ നമുക്ക് ഇൻക്രീസ് ആവത്തുള്ളൂ അല്ലേ. ഇതിനായിരിക്കും നമ്മൾ എന്ത് പറയുന്നത്? ഇവിടുത്തെ വാല്യൂ നമ്മൾ ഡെൽറ്റ എം ആർ എന്ന് പറയും അല്ലെ. അതായിരിക്കും ഇത് ടോട്ടൽ 180 ആണ്. therefore this 180 മൈനസ് ഡെൽറ്റ നോട്ട് എന്ന് കിട്ടി ഇവിടുത്തെ വാല്യൂ. അതാണ് ആ രണ്ട് പ്രോബ്ലത്തിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഇത് ആദ്യം നോക്കിയ ശേഷം നമുക്ക്
അത് നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. അത് റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് ആ 2 പ്രോബ്ലംസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പറയാം. അടുത്തൊരു കേസ് നമ്മൾ പറയാം.